ഇന്ന് നമുക്കൊരു ഗോബി മഞ്ചൂരിയുടെ റെസിപ്പിയാണ്, അതും ക്യാബേജ് വെച്ച്. അതിനുവേണ്ടി കുറച്ച് ക്യാബേജ് ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തത്, ഒരു സവാള ചെറുതായി അരിഞ്ഞെടുത്തത്, 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പ്, കുരുമുളക് പൊടി. ഞാൻ മൈദയുടെ അളവ് പറയുന്നില്ല, കോൺഫ്ലോറിൻ്റെയും അളവ് ഞാൻ പറയുന്നില്ല. കാരണം ഒരു ഗോബി മഞ്ചൂരിയുടെ നമ്മുടെ കയ്യിൽ വെച്ച് ഉരുള ആക്കിയെടുക്കാൻ പാകത്തിന് നിങ്ങളത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു സൈസിലാട്ടോ ഉരുളകളാക്കി എടുത്തു കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് ഗോബി മഞ്ചൂരിയുടെ അത് നമ്മളാക്കി വെച്ചിട്ടില്ലേ ആ ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 2 സൈഡും ഒരു ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആകുമ്പോഴത്തേക്ക് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കുക. അത് ഒരു സൈഡിലായിട്ട് മാറ്റി വെക്കുക. പിന്നീട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് സവാള, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേക്ക് കുറച്ച് ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതും ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് ഒരു കളറിന് വേണ്ടി കുറച്ച് മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് സോസ് ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് ടൊമാറ്റോ സോസ്, കുറച്ച് സോയാ സോസും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കുക. പിന്നീട് ഇതിലേക്ക് കുറച്ച് കോൺഫ്ലോർ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, ഗ്രേവി വേണമെങ്കിൽ. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഗ്രേവിക്ക് ആവശ്യത്തിന്. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ഗോബി മഞ്ചൂരി ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഈ ഒരു ഗോബി മഞ്ചൂരിക്ക്. സാധാരണ നമ്മൾ കോളിഫ്ലവർ വെച്ചും ഉണ്ടാക്കാറുണ്ട്. ഇതും കൂടി ട്രൈ ചെയ്ത് വെക്കുക.